നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇപ്പോൾ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, അല്പസമയം മുൻപാണ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ SFIയുടെ മാർച്ച് രാജ്ഭവനിലേക്കുണ്ടായിരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാജ്യവ്യാപകമായിട്ട് ഇന്ന് SFI വിദ്യാഭ്യാസ ബന്ദ് നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാജ്ഭവനിലേക്ക് SFI മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിലുണ്ടായിരുന്നത്. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ഗവർണർ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നെന്നും പ്രതിഷേധക്കാർ സമരത്തിൽ ഉന്നയിച്ചു. ബാരിക്കേഡ് മുഴുവൻ പ്രവർത്തകർ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ശേഷം പ്രവർത്തകർ റോഡിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. നിരവധി തവണയാണ് പ്രതിഷേധക്കാർക്കെതിരെ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടതായിട്ട് വന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമയത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതൊരു ചെറിയ ഒരു സമരമാണ്. വരുന്ന പ്രതിഷേധങ്ങൾ, ഇതിലും വലിയ പ്രതിഷേധങ്ങൾ ഇനി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടാണ് SFI പ്രവർത്തകർ മടങ്ങിയത്. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.